എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയുടെ സ്വാഗതം. LP-UP ബാച്ച് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ക്ലാസ് ആണല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. എന്നാലേ കറക്റ്റ് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ പാർട്ട് കാണുക, അതിനുശേഷം ബാക്കിയായിട്ട് ഇത് കാണുക. പിന്നെ എൻ്റെ കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ടൊന്ന് റിവൈസ് ചെയ്തോ? ഇന്ന് രാവിലെ എണീറ്റൊന്ന് റിവൈസ് ചെയ്തോ? നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ, അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി റിവൈസ് ചെയ്യുക. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ ആ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്ക് നമ്മൾ അന്ന് പഠിക്കുമല്ലോ. ആ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതും കഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്കും അന്ന് പഠിച്ച ടോപ്പിക്കും കൂടെ റിവൈസ് ചെയ്യുക. വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവുക. ഇന്ന് നമ്മൾ അഞ്ചുതങ്ങ് കലാപം നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു, എനിക്കിത് റിവിഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് സ്വയമേ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചിന്ത വളരെ തെറ്റാണ്. കാരണം റിവിഷൻ എന്ന് പറയുന്നത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മറന്നു പോകും. ഇന്നൊരു കലാപം പഠിച്ച് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ആ കലാപത്തിലേക്ക് നോക്കിയാൽ ആ കലാപം പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് റിവൈസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എനിക്ക് നിങ്ങളോട് അതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും റിവൈസ് ചെയ്തേ പോവുക. എങ്കിൽ മാത്രമേ LP-UPയിൽ നമുക്ക് ഉയർന്ന റാങ്കിൽ കയറാനും അധ്യാപകരായിട്ട് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ അടുത്ത കലാപത്തിലേക്ക് പോവുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ച് അത്യാവശ്യം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക, കണ്ണുകൾ അടച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ നോട്ട് തയ്യാറാക്കണം. ഇതിൻ്റെ അവസാനം ഞാൻ നോട്ട് തരുന്നതാണ്. പക്ഷേ അത് നിങ്ങൾ എഴുതിയെടുത്ത നോട്ടിനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട്, എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഞാൻ തരുന്ന നോട്ട് അതേപോലെ പകർത്തി എടുക്കേണ്ട. നിങ്ങളുടേതായ ഭാഷയിൽ വേണം നോട്ടുകൾ എഴുതി തയ്യാറാക്കാൻ. അത് നിങ്ങൾക്ക് പഠനത്തിൽ വളരെ വളരെ സഹായകമാകും. അപ്പോൾ നമുക്ക് പഴശ്ശി വിപ്ലവങ്ങളിലേക്ക് കടക്കാം. 1793 മുതൽ 1805 വരെയുള്ള കാലഘട്ടമാണ് പഴശ്ശി വിപ്ലവ കാലഘട്ടം. ശ്രദ്ധിക്കുക, 1793 മുതൽ 1805 വരെയുള്ള കാലഘട്ടമാണ് പഴശ്ശി വിപ്ലവ കാലഘട്ടം. ഇതിൽ ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അത് നമുക്ക് വഴിയേ പഠിക്കാം. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ. അപ്പോൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പഴശ്ശി വിപ്ലവങ്ങളാണ്. ഇനി പഴശ്ശി വിപ്ലവത്തിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കരണങ്ങളായിരുന്നു. എന്തായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം? ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കരണങ്ങൾ. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ശ്രദ്ധിക്കുക, പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹത്തിന്റെ രാജവംശമായിരുന്നു കോട്ടയം രാജവംശം. പഴശ്ശിരാജയുടെ രാജവംശം ഏതെന്ന് ചോദിച്ചാൽ കോട്ടയം രാജവംശം. ഈ കോട്ടയം രാജവംശത്തിന്റെ സ്ഥാപകൻ ആര് എന്നൊരു ചോദ്യം വന്നാൽ ആരാണ്? ഹരിചന്ദ്ര പെരുമാൾ. കോട്ടയം രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഹരിചന്ദ്ര പെരുമാൾ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിന്റെ കേന്ദ്രമായിരുന്ന മലയായിരുന്നു പുരളിമല. ഈ പുരളിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? തലശ്ശേരി താലൂക്കിലാണ് പുരളിമല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക, പുരളിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തലശ്ശേരി താലൂക്കിലാണ്. ഇനി നമുക്ക് പഴശ്ശിരാജയുടെ കുറെ വിളിപ്പേരുകളുണ്ടല്ലേ, കുറെ വിശേഷണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, കേരള സിംഹം എന്നറിയപ്പെടുന്നു, പുരളിശമൻ എന്നറിയപ്പെടുന്നു, പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ. ശ്രദ്ധിച്ചു കേൾക്കുക, കേരള സിംഹം, പുരളിശമൻ, പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ. കേരള സിംഹം എന്ന് പഴശ്ശിരാജാവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. ശ്രദ്ധിക്കുക,
കേരള സിംഹം എന്ന് പഴശ്ശിരാജാവിനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. ഇനി പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ ആരിട്ട പേരാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ആര് വിശേഷിപ്പിച്ച പേരാണെന്ന് അറിയാമോ? ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്ന പേരുകളാണ് പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്ന് ഉള്ളത്. അപ്പോൾ പഴശ്ശിരാജാവിന്റെ വിളിപ്പേരുകൾ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ, കേരള സിംഹം, പുരളിശമൻ. ഇനി അടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഒന്നാം പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്? 1793 മുതൽ 1797 വരെ. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ 1793 മുതൽ 1797 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം ബ്രിട്ടീഷുകാര് അതല്ലെങ്കിൽ കമ്പനി നികുതി പിരിക്കാനുള്ള അധികാരം നൽകിയത് കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം കമ്പനി നികുതി പിരിക്കാനുള്ള അധികാരം ആർക്കാണ് നൽകിയത്? കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. അങ്ങനെ കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്ക് നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി കൊടുത്തു. പഴശ്ശിരാജയോടൊപ്പം കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നായർ സമുദായാംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്ര ജനത. അപ്പോൾ ആരെല്ലാമായിരുന്നു? നായർ സമുദായാംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്ര ജനത. പഴശ്ശിരാജ നമ്മുടെ മൈസൂർ നാട്ടുരാജ്യവുമായി ചേർന്ന് വയനാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള ശ്രമം നടത്തി. അപ്പോൾ പഴശ്ശിരാജ ഏത് നാട്ടുരാജ്യവുമായി ചേർന്നാണ് വയനാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള ശ്രമം നടത്തിയത്? മൈസൂർ നാട്ടുരാജ്യം. ഓർത്തുവെക്കുക, മൈസൂർ നാട്ടുരാജ്യം. അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ പഴശ്ശിരാജയ്ക്കും ഇടനിലക്കാരനായി നിന്നത് ആരായിരുന്നു ചോദിക്കും. ചിറക്കൽ രാജാവായിരുന്നു 1797. 1797 ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കും പഴശ്ശിരാജയ്ക്കും ഇടനിലക്കാരനായി നിന്നത് ആരെന്ന് ചോദിച്ചാൽ ചിറക്കൽ രാജാവാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സുകളും എല്ലാം നമ്മൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ച് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും സ്വന്തമായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതുക. ഇനി അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടം. ശ്രദ്ധിക്കുക, രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. എന്തായിരുന്നു കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്? നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. ഏത് യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം? നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തില് ബ്രിട്ടീഷുകാർ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം ചെയ്തിരുന്നു. ആ ആസൂത്രണം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ കേണൽ ആർതർ വെല്ലസി ആയിരുന്നു. ശ്രദ്ധിക്കുക, കേണൽ ആർതർ വെല്ലസി ആയിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തോടനുബന്ധിച്ച് കലാപകാരികളെ എവിടെ മാത്രം ഒതുക്കി നിർത്താനുള്ള ശ്രമം നടത്തിയത്? ആസൂത്രണം ചെയ്തത് വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം ചെയ്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളായിരുന്നു കുറിച്യരും കുറുമ്പരും. ശ്രദ്ധിക്കുക, കുറിച്യരും കുറുമ്പരുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് സ്വീകരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി രാജാവ് സ്വീകരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു? ഗറില്ല യുദ്ധം, ഒളിപ്പോരെന്നും പറയും. ഗറില്ല യുദ്ധം ആരും മറന്നു പോകരുത്, ഓർത്തുവെക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി രാജാവ് സ്വീകരിച്ച യുദ്ധതന്ത്രം എന്ന് ചോദിച്ചാൽ ഗറില്ല യുദ്ധം.
ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറച്ച് വ്യക്തികൾ ഉണ്ടായിരുന്നു. അത് ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടയ്ക്കൽ കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. ശ്രദ്ധിച്ചു കേൾക്കുക. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടയ്ക്കൽ കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. ഓർത്തു വെക്കണം. ഒരു മിസ്റ്റേക്കും വരരുത്. പേരുകൾ ഓർത്തു വെക്കുക. സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ഇത് ഓർത്തിരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഓർത്തു വെക്കുക. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നു പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി. ഇനി പഴശ്ശിരാജയുടെ സർവ്വ സൈനാധിപൻ ആരായിരുന്നു? കൈതേരി അമ്പുനായർ. ശ്രദ്ധിക്കുക. കൈതേരി അമ്പുനായരായിരുന്നു പഴശ്ശിരാജയുടെ സർവ്വ സൈനാധിപൻ. അപ്പോൾ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, സർവ്വ സൈനാധിപൻ കൈതേരി അമ്പുനായർ. എടയ്ക്കൽ കുങ്കനും തലയ്ക്കൽ ചന്തും കൂടി ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ചോദിക്കും. 1802. 1802 എടയ്ക്കൽ കുങ്കനും തലയ്ക്കൽ ചന്തുവും കൂടി ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആ പനമരത്ത്, വയനാട്ടിലെ പനമരം എന്ന സ്ഥലത്ത് എന്ത് സ്ഥിതി ചെയ്യുന്നു? തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇതും നിങ്ങൾക്ക് ചോദിക്കാം. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരം, വയനാട്. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവി ബേബർ. ശ്രദ്ധിക്കുക. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ ആരെന്ന് ചോദിച്ചാൽ തോമസ് ഹാർവി ബേബർ. അപ്പോ പഴശ്ശി കലാപത്തില് പഴശ്ശിരാജയ്ക്കെതിരായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തലശ്ശേരിയിലെ അല്ലെങ്കിൽ മലബാറിലെ സബ് കളക്ടർ ആയിരുന്ന നമ്മുടെ തോമസ് ഹാർവി ബേബർ 1200 പോലീസുകൾ അടങ്ങിയ പ്രത്യേക സേന നിയമിച്ചു. ഈ സേനയെ അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ. അപ്പോ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തോമസ് ഹാർവി ബേബർ നിയമിച്ച സേന അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ. ശ്രദ്ധിക്കുക. ഓർത്തിരിക്കണം. കോൽക്കാർ. അതിനെ ആരാണ് നിയമിച്ചത് എന്ന് ചോദിച്ചാൽ തോമസ് ഹാർവി ബേബർ. എത്ര പോലീസുകാർ അതിൽ അടങ്ങിയിട്ടുണ്ട്? 1200. ഓക്കെ, മറന്നു പോകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആരാണ്? പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. കേണൽ ആർതർ വെല്ലസി. കേണൽ ആർതർ വെല്ലസിയാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ. നമ്മുടെ പഴശ്ശിരാജ മരണമടഞ്ഞത് എപ്പോഴാണ്? 1805 നവംബർ മാസം 30 പഴശ്ശിരാജ മരണമടഞ്ഞത്. പഴശ്ശിരാജ മരണമടഞ്ഞത് 1805 നവംബർ മാസം 30. എവിടെ വെച്ചായിരുന്നു പഴശ്ശിരാജാവ് മരിച്ചത്? മാവിലാൻ തോട്. വയനാട്ടിലെ മാവിലാൻ തോടിൽ വെച്ചാണ് പഴശ്ശിരാജാവ് മരിച്ചത്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം ഇവിടെ കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ട. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട്സും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നോട്ടുകളായിട്ട് ഒന്ന് എഴുതിയെടുക്കുക. ലാസ്റ്റിലെ നോട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ തിരുത്തുക. മറ്റ് ഇമ്പോർട്ടന്റ് ഫാക്ട്സിലോട്ട് നമുക്ക് കടക്കാം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം അഞ്ചരക്കണ്ടി. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം അഞ്ചരക്കണ്ടി. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടി. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. ശ്രദ്ധിക്കുക. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും അതുപോലെ തന്നെ ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടി. മറന്നു പോകരുത്. ഓർത്തു വെക്കുക. കേരളവർമ്മ പഴശ്ശിരാജ എല്ലാവരും കണ്ട ആണല്ലോ. ആ സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഹരിഹരനാണ്. കേരളവർമ്മ പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഹരിഹരൻ. ഈ കേരളവർമ്മ പഴശ്ശിരാജ സിനിമയ്ക്ക് തിരക്കഥ എഴുതി തയ്യാറാക്കിയത് MG വാസുദേവൻ. ശ്രദ്ധിക്കുക. കേരളവർമ്മ പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ. അതിന് തിരക്കഥ തയ്യാറാക്കിയത് MG വാസുദേവൻ നായർ. മറന്നു പോകരുത്. സംവിധാനം ഹരിഹരൻ, തിരക്കഥ MG വാസുദേവൻ നായർ. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ്
വീരകേരളം മഹാകാവ്യം. ശ്രദ്ധിക്കുക, കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ, പേര് ശ്രദ്ധിച്ചേക്കുക, കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. അപ്പോൾ വീരകേരളം മഹാകാവ്യം എന്ന കൃതി ആരാണ് രചിച്ചത്? കൈതക്കൽ ജാതവേദൻ. ശ്രദ്ധിച്ചു കേൾക്കുക, കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് നോക്കാം. KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. എന്നോടൊപ്പം പഠിച്ചു പോകുക. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കാം. അപ്പോൾ KKN കുറുപ്പിന്റെ പുസ്തകമാണ് പഴശ്ശി സമരങ്ങൾ. മുണ്ടക്കയം ഗോപി രചിച്ച പുസ്തകമാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. ഓർത്തു വെക്കുക. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? കേരളസിംഹം എന്ന് പഴശ്ശിരാജാവിനെ വിശേഷിപ്പിച്ച ആള് തന്നെയാണ് കേരളസിംഹം എന്ന ചരിത്ര നോവലും എഴുതിയിരിക്കുന്നത്. ആരാണ്? സർദാർ KM പണിക്കർ. അപ്പോൾ പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചിരിക്കുന്നത് ആരാണ്? സർദാർ KM പണിക്കർ. ഓർത്തുവെക്കുക. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരളസിംഹം. അപ്പോൾ കേരളസിംഹം എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. അപ്പോൾ ഏകദേശം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഒരു 5-6 പോയിന്റ് ആണ്. കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സുമായിട്ടാണ് വരുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇനി കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സിലേക്ക് നമുക്ക് പോകാം. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി വയനാട്. പഴശ്ശി NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂർ കണ്ണൂർ. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി ഡാം കണ്ണൂര്, പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്, പഴശ്ശി NSS കോളേജ് മട്ടന്നൂർ കണ്ണൂർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പഴശ്ശി വിപ്ലവം എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നോട്ട്സ് ഈ വീഡിയോയുടെ ലാസ്റ്റ് തരുന്നതായിരിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എഴുതുക. എന്നിട്ട് എൻ്റെ നോട്ട്സ് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എഴുതിയതിനു ശേഷം മാത്രമേ ആ നോട്ട്സ് നോക്കാവൂ. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അത് നോക്കി ഒന്ന് തിരുത്തുക. അല്ലാതെ തരുന്ന നോട്ട് അതേപോലെ പകർത്തി വെച്ച് പഠിക്കാതിരിക്കുക. സ്വന്തമായിട്ട് നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അടുത്ത വീഡിയോയിൽ